ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റോഡ് തന്നെയാണ്. ഇതാണ് കൊച്ചി സേലം ദേശീയപാത 544. അപ്പോൾ ഇത് കടന്നു പോകുന്നത് പാലക്കാട് ജില്ലയിൽ കൂടിയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കൂടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് കുറേ അടിപ്പാതകളുടെ നിർമ്മാണം ഈ ദേശീയപാത 544 നടക്കേണ്ടിയിരുന്നു. അപ്പോൾ നിർമ്മിക്കുന്ന സമയത്ത് ഭയങ്കരധികം ഗതാഗതക്കുരുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിപ്പാതകളുടെ നിർമ്മാണങ്ങളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബലപ്പെടുത്തുന്ന പ്രവർത്തിയാണ് നടക്കുന്നത്. അതിൻ്റെ ബെയറിംഗ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് 2026 മെയ് 8-ാം തീയതിയാണ്. പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പല സ്ഥലത്തും പല മാറ്റങ്ങളും ഉണ്ടായിരിക്കും. കാരണം അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിലവിൽ തുറന്നു കൊടുത്ത പാലങ്ങൾ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ സർവീസ് റോഡിൽ കൂടിയും യാത്ര ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക. കാരണം ഇതുപോലൊരു വീഡിയോ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലിയേക്കര ടോൾ പ്ലാസ മുതൽ ചിറങ്ങര വരെയാണ്, ചെങ്കമാലി അടുത്ത് വരെ. അവിടെയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാത 66 2 സ്ഥലത്ത് വെച്ചാൽ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ടോൾ പ്ലാസ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോളും അതുപോലെ തന്നെ ഫാസ്റ്റാഗുമായിട്ട് കുറേ പ്രശ്നങ്ങൾ. അതേമാതിരി തന്നെ ഇവിടെ കുറേ വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ. കാരണം ഇവിടെ റോഡ് പണി നടക്കുന്ന സമയത്ത് ഭയങ്കര ഗതാഗതക്കുരുക്കായിരുന്നു. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങളൊക്കെ പ്രതിഷേധിച്ചിട്ട് ടോൾ പ്ലാസയിലെ പ്രവർത്തനം കുറച്ച് കാലത്തേക്ക് നിർത്തിവെച്ചു, പിന്നീടും പുനഃസ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു മര്യാദയായിട്ടാണ് ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ ജനങ്ങൾ പെരുമാറുന്നുണ്ട്, ടോളിൻ്റെ അവിടുത്തെ ആളുകൾ. കാരണം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ മെയിനായിട്ട് കേൾക്കുന്നത് നമ്മളെ ദേശീയപാത 66 പന്തിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസയിലത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ പ്രശ്നങ്ങളുമാണ്. നമ്മൾ ടോൾ കൊടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ദേശീയപാത അതോറിറ്റി ആ റോഡിലുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് നൽകണം. നല്ലൊരു യാത്രയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ടോൾ കൊടുത്തിട്ട് കാര്യമല്ലോ. ഇപ്പോഴും പല സ്ഥലത്തും ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ടോൾ പ്ലാസ ദേശീയപാത 66 ബന്ധപ്പെട്ട് വന്ന ടോൾ പ്ലാസയിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പണികൾ പൂർത്തീകരിക്കാതെയാണ് അവർ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിരുന്നു. എന്നിട്ട് പോലും ഇവരിവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധം. എന്നിട്ടാണ് ടോൾ പ്ലാസ കുറച്ചു കാലം പൂട്ടി വെച്ചത് കേട്ടോ. പിന്നെ രണ്ടാമത് തുറന്നു. അപ്പോൾ നമ്മൾ പാലിയേക്കര കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോൾ ഫസ്റ്റ് അടിപ്പാത വന്നിരിക്കുന്നത് ആമ്പല്ലൂർ ഭാഗത്താട്ടോ. ആമ്പല്ലൂർ ഭാഗത്ത് വന്ന അടിപ്പാതയുടെ നിർമ്മാണങ്ങളൊക്കെ വളരെയധികം വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ RE പാനൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ RE പാനലിലുള്ള ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിച്ചിട്ട് ജിയോ സ്ട്രാപ്പൊക്കെ വെച്ച് ടൈറ്റ് ആക്കുന്നുണ്ട് നമ്മുടെ ഈ RE പാനല്. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്ന രീതി തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ചില സ്ഥലത്ത് RE ബ്ലോക്കാണ്, ചില സ്ഥലത്ത് RE പാനലാണ്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ അധിക സ്ഥലത്തും RE ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ അധിക സ്ഥലത്തും RE പാനലാണ്. തൃശ്ശൂർ ജില്ലയിലും RE പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി നിങ്ങൾ ഈ RE പാനൽ ഉള്ളിലേക്ക് ചെരിഞ്ഞിരിക്കട്ടെ, പുറത്തേക്കല്ല, ഉള്ളിലേക്ക് ചെരിവുണ്ട്. അപ്പോൾ ഇത് മണ്ണിട്ട് ലെവലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഇത് നിവർന്നിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പുറത്തേക്ക് തള്ളാത്ത വലിയ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ആമ്പല്ലൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനവും അതുപോലെ തന്നെ ഈ റോഡ് നിങ്ങൾക്കറിയാം, ഇതാണ് ചിമ്മിനി ഡാമുക്ക് പോകുന്ന റോഡ് കേട്ടോ. നല്ല അടിപൊളി ഒരു റൈഡ്, ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ റോഡാണ് ചിമ്മിനി ഡാമുക്കുള്ള റോഡ്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ അടിപ്പാതയുടെ മറുഭാഗത്തോട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പ്രവർത്തനങ്ങളെ ശേഷം പൂർത്തീകരിച്ചിട്ട് ടാറിങ്ങിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ തന്നെ പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കൊച്ചി സേലം ദേശീയപാത 544 ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 വരി പാതയാണ്. സർവീസ് റോഡ് അടക്കം 8 വരിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി വന്നിരിക്കുന്നത് ഇത് പുതുക്കാടാണ്. പുതുക്കാട് മിക്കവാറും ഒരു അണ്ടർപാസ് വരാൻ സാധ്യതയുണ്ട്. കാരണം സിഗ്നലുകൾ ഇല്ലാത്ത ദേശീയപാതയാണ് ഇനി ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ അടിപ്പാതകൾ നിർമ്മിക്കുന്നതും. ഇതിന് മുൻപൊക്കെ നമ്മൾ ഈ ഭാഗത്തൂടെ വരുന്ന സമയത്തുണ്ടല്ലോ വളരെയധികം ഗതാഗതക്കുരുക്കിലാണ് നമ്മൾ കടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. പല സ്ഥലത്തും പണി പൂർത്തിയാക്കിയോണ്ടും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ടും വാഹനങ്ങൾ ഗതാഗതക്കുരുക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചാൽ തരാം. നമ്മൾ ഇപ്പം ദേശീയപാത 66 നോക്കുന്ന സമയത്ത് സെൻട്രൽ ഡിവൈഡറാണ് വെച്ചിരിക്കുന്നത്. അതിനേക്കാളും വീതി കൂടിയിട്ടാണ് ഈ ഭാഗത്തുള്ള ഡിവൈഡർ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പുല്ലും അതുപോലെ തന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നിർമ്മാണങ്ങൾ പല സ്ഥലത്തും വേണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇപ്പം മാറ്റിയിട്ട് വേറെ സംഭവം ആൻറ്റി ഗ്ലെയർ ഗാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കൊടകര ഒക്കെ വർക്കുകൾ ഓൾറെഡി ആദ്യം തന്നെ കഴിഞ്ഞാണ്. അവിടെ ഒരു പാലം ഉണ്ടെന്ന് പാലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണമെങ്കിൽ പേരാമ്പ്ര കേട്ടോ. അപ്പോൾ അടുത്ത് പേരാമ്പ്ര
അണ്ടർപാസ് ആണ്. ഈ പേരാമ്പ്രയൊക്കെയുള്ള വളരെയധികം ഗതാഗതക്കുരുക്കുന്ന ജനങ്ങൾ വട്ടം തിരിഞ്ഞ സ്ഥലമാണ്. കാരണം അത്രത്തോളം ലെങ്ത്തിലാണ് ഈ അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പണി നടക്കുന്ന സമയത്ത് സർവീസ് റോഡൊക്കെ വളരെയധികം ശോകമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലായിരുന്നു ഈ റോഡുകൂടെ യാത്ര. ഇതിനൊക്കെ അനുബന്ധിച്ചിട്ടായിരുന്നു അന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് അടച്ചു പൂട്ടിയിട്ടാണ് പിന്നെ പാലിയേക്കര ടോൾ പ്ലാസ രണ്ടാമത് തുറന്നു. അപ്പോൾ ഇതാണ് പേരാമ്പ്ര അണ്ടർപാസ്. അണ്ടർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു, ഡിവൈഡറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ 2026 മെയ് 8-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ പല ഭാഗത്തും ഇതേമാതിരി ചിലപ്പം ഇപ്പം നിലവിൽ തുറന്നു കൊടുത്ത അടിപ്പാതകൾ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. പണികൾ നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡിൽ കൂടി പിന്നീട് യാത്ര ഉണ്ടാവുക. എന്തായാലും ഗതാഗതക്കുരുക്കില്ലാതെ ഇപ്പോൾ ഈ ഭാഗത്തു കൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലേശം 10 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ട്. അന്ന് ഇതിന്റെ വർക്ക് എവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രാഷ് ബാറിന്റെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡറിന്റെ കുറച്ച് വർക്ക് ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഗതാഗതക്കുരുക്കിൽ നിന്നും ഒരു ആശ്വാസം കിട്ടിയ മാതിരിയാണ് ഈ അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് വാഹനം ഇതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. സർവീസ് റോഡൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ 6 വരിപ്പാത തുറന്നു കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിലും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ല. കാരണം സമീപപ്രദേശത്തുള്ള വാഹനങ്ങൾ മാത്രമേ ഈ സർവീസ് റോഡിൽ കൂടെ പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും നേരെ ഈ 6 വരിപ്പാതയിൽ കൂടെ പോകും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല സ്ഥലങ്ങളിലും പണ്ട് 4 വരിയായിരുന്നു ഇത്. അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ നല്ല വീതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാലങ്ങളിൽ എത്തുന്ന സമയത്താണ് 6 വരി ആയിരുന്നത്. ഇപ്പം എന്തായാലും നിലവിൽ ഇനി ഫുള്ളായിട്ട് ഇത് 6 വരി പാതയാക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു അതിരപ്പള്ളി പോകുന്ന വഴി. അപ്പോൾ ഈ പേരാമ്പ്ര കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് ആണ് അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ അടിപ്പാതകൾ വരുന്നതായിരിക്കും. പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ പോട്ട വരുന്നത്. പോട്ടയിൽ ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം ഓൾറെഡി ആദ്യം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പോട്ട കഴിഞ്ഞിട്ട് വന്നൊരു അടിപ്പാത ഉണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടുത്തെ ഒരു ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ഒക്കെ കണ്ടിട്ടാണ് അവിടെ അടിപ്പാത നിർമ്മിച്ചത്. വെച്ചാൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിന്റെ നേരെ മുന്നിലായിട്ടാണ് ഒരു അടിപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചാലക്കുടി ടൗണിലൊരു ഫ്ലൈ ഓവർ ഉള്ളത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒരു ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് പൊന്തിക്കുന്ന സമയത്ത് മറുഭാഗത്ത് കൂടെ വെച്ചാൽ ഓൾറെഡി അവിടെ 4 വരിയാണ്. അതിലൊരു ഭാഗത്ത് കൂടെ അങ്ങോട്ടുകൂടി വാഹനം കടത്തി വിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചാലക്കുടി പാലം വരുന്നത് കേട്ടോ. ചാലക്കുടി ടൗണിൽ ഞാൻ പഠിച്ചതൊക്കെ എവിടെയാണ് പ്രീ ഡിഗ്രി. അതുകൊണ്ട് ഒരു നൊസ്റ്റാൾജിയ ഈ ഭാഗത്തുണ്ട്. ഞാൻ കളിച്ച ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ സിനിമ കണ്ട സുരഭി തിയേറ്റർ, രചന തിയേറ്റർ, കണിച്ചായ്സ് തിയേറ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ തൊട്ടടുത്തുള്ള സ്കൂളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു കളിച്ചിരുന്നതൊക്കെ. പ്രീ ഡിഗ്രി പഠിച്ചത് ഇവിടെയാണ്. അപ്പം ഈ വലതുഭാഗത്ത് നിങ്ങൾ കണ്ട ഇതാണ് നമ്മളെ സുരഭി തിയേറ്റർ. അത് കഴിഞ്ഞിട്ട് ആക്ടർ ദിലീപിൻ്റെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ചാലക്കുടി പാലം വരുന്നത്. അപ്പോൾ ചാലക്കുടി പഴയ പാലം ഒന്നും കൂടി ബലപ്പെടുത്തുകയാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. 2 പാലത്തു കൂടിയും പഴയതും പുതിയതും ഉണ്ട്. അതിക്കൂടെയൊക്കെ വാഹനം കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് കുറച്ച് ദിവസം അടച്ചിട്ടിരുന്നു. പിന്നെ തൃശ്ശൂർ പൂരം അനുവദിച്ച് ഒന്ന് തുറന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ രണ്ടാമതും ക്ലോസ് ചെയ്യാണ്. മിക്കവാറും ഞായറാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പഴയ പുതിയ പാലത്തിൻ്റെ കൂടെയൊക്കെ 2 ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുക. അതിനോടനുബന്ധിച്ചുള്ള ഗതാഗതക്കുരുക്ക് എന്തായാലും ഈ ഭാഗത്തുണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരു അടിപ്പാതയുടെ നിർമ്മാണം മുരിങ്ങൂര് നടക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലോക്ക് നമ്മൾ ഈ ചാലക്കുടി പാലത്തിൻ്റെ മുകളിൽ കൂടെ കടന്നിട്ട് കിലോമീറ്ററോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയൊരു ഗതാഗതക്കുരുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും ചെറിയ തോതിൽ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വാഹനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ചാലക്കുടി പാലം ക്ലോസ് ചെയ്യണുണ്ട്. ഒരു പാലം മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബെയറിങ്ങിന്റെ പണിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലപ്പെടുത്തുകയാണ് പാലം മൊത്തത്തിൽ. ഈ ബെയറിങ് എന്താന്നുള്ളതൊക്കെ നമ്മുടെ ദേശീയപാത 66 വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ പാലം നിർമ്മിക്കുന്ന സമയത്ത് പീറുണ്ട്, പീർ ക്യാപ്പ് ഉണ്ട്. ഈ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്താണ് ഗേർഡർ വെക്കുക. പിന്നീട് അതിന്റെ മുകളിൽ ഷട്ടറിങ് ചെയ്തിട്ടാണ് പിന്നീട് റോഡ് ടാറിങ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ഗേർഡർ വെക്കുമ്പോൾ അതിന്റെ അടിയിൽ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഒരു ബെയറിംഗ് വെക്കും. അതുപോലെ തന്നെ ഈ ബെയറിങ്ങും എക്സ്പാൻഷൻ ജോയിന്റ് കൂടിയിട്ടാണ് ഈ പാലം നിലനിർത്തുന്നത്. നിങ്ങൾക്കറിയാലോ ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഷേക്കിംഗ് ഇല്ല. അതൊക്കെ ഈ ബെയറിങ്ങും എക്സ്പാൻഷൻ ജോയിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഒറ്റ ടെമ്പറിലാണെങ്കിൽ പാലത്തിന്റെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിർമ്മിക്കുന്നത്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കട്ടെ. കാരണം അത്രത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡും കൂടിയാണിത്. അപ്പോൾ ചാലക്കുടി പാലം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് മുരിങ്ങൂര് വരുന്നത്. ഈ മുരിങ്ങൂരത്തെ ഗതാഗതക്കുരുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചാലക്കുടി ഭാഗത്തേക്കൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അത്രത്തോളം പ്രശ്നങ്ങളായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മുരിങ്ങൂർ അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നുള്ളൂ, മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ ഇപ്പോൾ മുരിങ്ങൂർ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ഇവിടെ ഞാൻ രാവിലെ വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 2 ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു ഭാഗം തുറന്നു കൊടുത്തുകൊണ്ട് സർവീസ് റോഡിൽ വലിയ ഗതാഗതക്കുരുക്കില്ല. ഇത് രാവിലത്തെ കാഴ്ച കേട്ടോ. 8-ാം തീയതി
മെയ് 2026 മറുഭാഗം നോക്കി നിങ്ങൾ തുറന്നു കൊടുക്കാത്തതുകൊണ്ട് സർവീസ് റോഡിലുള്ള ഗതാഗതക്കുരുക്ക്. അണ്ടർപാസിന്റെ 2 ഭാഗത്തുള്ള ഫുൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പെയിന്റിംഗ് വർക്കുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഡിവൈഡറിന്റെ വർക്ക് നടക്കാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ തുറന്നു കൊടുത്ത ഭാഗത്തുള്ള സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്കില്ല. തുറന്നു കൊടുക്കാത്ത ഭാഗത്തുള്ള സർവീസ് റോഡിൽ നല്ല ഗതാഗതക്കുരുക്കാണ്. ഇവിടെ ഗതാഗതക്കുരുക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടാണ് 4 വരിപ്പാതയിൽ കൂടെ വാഹനം കൊണ്ട് വരിക കേട്ടോ. അപ്പോൾ ഈ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സർവീസ് റോഡ് കണ്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് ആ എൻട്രൻസിലാണ് കയറുമ്പോഴാണ് ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ചിറങ്ങര പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ 2 ഭാഗത്തും തുറന്നു കൊടുത്തുകൊണ്ട് സർവീസ് റോഡിൽ തീരെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ പാലങ്ങളുടെ നിർമ്മാണങ്ങൾ ഓരോ ജംഗ്ഷനിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇനി സിഗ്നലുകളില്ല, ഇവിടെ ഒന്നും സിഗ്നലില്ല. ഇപ്പം നമ്മൾ ദേശീയപാത 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോലും സിഗ്നലുകളില്ല. ആദ്യ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു, മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത്. അത് അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പം അടിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് കൊരട്ടി ജംഗ്ഷൻ ആട്ടോ. ഈ കൊരട്ടി ജംഗ്ഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ഈ നിർമ്മാണം നടക്കുന്ന സമയത്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ കൊരട്ടിയിൽ ഒരു സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ സിഗ്നലൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവറാണ് കേട്ടോ. ഏകദേശം 8 സ്പാനുകളുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം വലിയൊരു ഗതാഗതക്കുരുക്ക് എന്ന് പറയാനുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ചില സമയത്ത്, കാരണം ഈ പണി നടക്കുന്ന സമയത്തുള്ളൊരു ഗതാഗതക്കുരുക്കാണ്. ഇവിടെ 4 കൂടി ജംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ വലിയ ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണി എല്ലാം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് സർവീസ് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കൊരട്ടിയിൽ ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ടാവലുണ്ട്. ഞാനൊക്കെ ഇവിടെ താമസിക്കുന്ന സമയത്ത് കൊരട്ടി പള്ളിപ്പെരുന്നാൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇരിങ്ങാലക്കുട അമ്പ് പെരുന്നാൾ, ചാലക്കുടി അമ്പ് പെരുന്നാൾ, ഇതിനൊക്കെ പങ്കെടുത്ത ഒരാളാട്ടെ ഞാൻ. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. കാരണം പ്രത്യേക അനുഭവമാണ്. കാരണം നമ്മൾ കുറേ സുഹൃത്തുക്കളായിരുന്നു. അന്ന് ഈ പള്ളിപ്പെരുന്നാളൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. ഈ അമ്പ് പെരുന്നാളൊക്കെ കാണാൻ തന്നെ നമ്മളൊന്നും കണ്ടിട്ടില്ല. അന്നൊക്കെ അമ്പ് പെരുന്നാൾ കാണുക വെച്ചാൽ വലിയ അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഫ്ലൈ ഓവർ വരുന്നത്. ഫ്ലൈ ഓവറിനനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 2, 4, 6, 8 സ്പാനുകളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറൊക്കെ വെച്ചിട്ടായിരിക്കും ഫ്ലൈ ഓവർ നിർമ്മിക്കട്ടെ. അത് കഴിഞ്ഞിട്ടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സർവീസ് റോഡ് നോക്കിയാൽ നിങ്ങൾ സർവീസ് റോഡ് നല്ല വൃത്തിയായിട്ട് പണിതുകൊണ്ടാണ് വലിയൊരു പ്രശ്നമില്ലാത്തത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുള്ള മാതിരി തന്നെ പണികൾ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഗതാഗതക്കുരുക്കും ഈ 4 കൂടി ജംഗ്ഷൻ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവിടെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. പിന്നീട് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ലാസ്റ്റ് തുടങ്ങിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല, തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചിറങ്ങര അണ്ടർപാസ് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമ്മുടെ കൊരട്ടി ടൗണിൻ്റെ ഒരു ആകാശ കാഴ്ച കേട്ടോ. വലിയ ടൗൺ തന്നെയാണ്. ഇവിടുന്ന് ഈ വഴിയുണ്ട്, ഈ പാലത്തിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ചില ആളുകളുടെ അടുത്ത് പറയലുണ്ട്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന ആളുകൾ ഇങ്ങനെ വേണേൽ പോകാൻ നിങ്ങൾക്ക് കൊരട്ടിയിൽ നിന്ന് പിന്നീട് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇരിങ്ങാലക്കുട വഴി കട്ട് ചെയ്തിട്ട് നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാമെന്ന് പറയലുണ്ട്. ചില ആളുകൾ ചോദിക്കും ഇങ്ങനെ ദേശീയപാത 66 കൂടെ നമുക്ക് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നേരെ നമ്മൾ മതിലകത്തുനിന്ന് തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ വാടനപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ നേരെ നമ്മൾ തൃപ്രയാർ വലപ്പാട് ഭാഗത്തു നിന്നൊക്കെ തിരിഞ്ഞ് നേരെ നമ്മൾ ഈ റോഡിലേക്ക് വരണം കേട്ടോ. അപ്പോൾ എന്തായാലും പണികളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. പണികൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ചിട്ട് ഇവിടെയൊക്കെ വീതി കൂട്ടണമെങ്കിൽ ചില സ്ഥലത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ട് വീതി കൂട്ടി വരുന്നുണ്ടോ. ഇനി അടുത്ത് ചിറങ്ങര അണ്ടർപാസ് കേട്ടോ. ചിറങ്ങര അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി 2 ഭാഗത്തേക്കും തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ഡിവൈഡറിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല കേട്ടോ. ഇനി പെയിന്റിംഗ് വർക്ക് നടക്കാനുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഈ ഒരു അണ്ടർപാസ് തുറന്ന് കൊടുത്തുകൊണ്ട് 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് കാലിയായി കിടക്കാണ്. ഈ പണി നടക്കുന്ന സമയത്ത് ഈ സർവീസ് റോഡിൽ കൂടെ ഒന്നും നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അത്രത്തോളം വാഹനങ്ങൾ ഇവിടെ ഗതാഗതക്കുരുക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് അണ്ടർപാസ് ഇവിടെ, ചിറങ്ങര അണ്ടർപാസ്. ഇവിടെ വരെയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ വരാനുള്ളത് നമ്മുടെ പാലിയേക്കര മുതൽ പാലക്കാട് ഭാഗത്തേക്കാട്ടോ. നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തതിന് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.